ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. സമീപകാലത്ത് ബ്രസീൽ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികളിൽ ഒന്ന് അത് ഒരു മികച്ച നമ്പർ 9 സ്ട്രൈക്കറുടെ അഭാവമാണ്. നമുക്കറിയാം, ഒരുപാട് കാലമായി ഒരുപാട് താരങ്ങളെ ബ്രസീലിൻ്റെ ദേശീയ ടീം ഈ പൊസിഷനിൽ പരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ പ്രതീക്ഷിച്ച പോലെ ആരും ക്ലിക്കായിട്ടില്ല. ഒരു കാലത്ത് ഗബ്രിയേൽ ജീസസിന് സ്ഥിരമായിക്കൊണ്ട് അവസരം ലഭിച്ചിരുന്നു. അതിനുശേഷം നമ്പർ 9 പൊസിഷനിൽ സ്ഥിരമായിക്കൊണ്ട് അവസരം ലഭിക്കുന്ന താരങ്ങൾ വളരെ കുറവാണ്. ഒരുപാട് താരങ്ങളെ ബ്രസീലിയൻ ദേശീയ ടീമിന് പരീക്ഷിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഇപ്പോഴും മികച്ച ഒരു സ്ട്രൈക്കറുടെ അഭാവം ബ്രസീലിയൻ ദേശീയ ടീമിനെ അലട്ടുന്നുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കണക്ക് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതായത് നിലവിൽ ബ്രസീലിന് ലഭ്യമായത് 14 സ്ട്രൈക്കർമാരാണ്. ആ സ്ട്രൈക്കർമാരുടെ 2025 എന്ന കലണ്ടർ വർഷത്തിലെ കണക്കുകളാണ് നമുക്ക് പരിശോധിക്കേണ്ടത്. ആരാണ് മികച്ചത് എന്നത് ഈ കണക്കുകളിൽ നിന്നും വ്യക്തമാകും. അത് നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്നാമത്തെ താരം അത് മാർക്കോസ് ലിയനാർഡോയാണ്. നമുക്കറിയാം, അൽ ഹിലാലിന് വേണ്ടിയാണ് അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്നത്. 2025 31 മത്സരങ്ങളാണ് അദ്ദേഹം കളിച്ചിട്ടുള്ളത്. അതായത് 2507 മിനിറ്റുകൾ അദ്ദേഹം ആകെ കളിച്ചു. അതിൽ നിന്ന് 24 ഗോളുകൾ നേടി. അതിൽ 2 പെനാൽറ്റി ഗോളുകളാണ്, 3 അസിസ്റ്റുകൾ അദ്ദേഹം സ്വന്തമാക്കി. അതായത് ആകെ 27 ഗോൾ പങ്കാളിത്തങ്ങൾ ലിയനാർഡോ വഹിച്ചിട്ടുണ്ട്. അതായത് ഓരോ 93 മിനിറ്റിലും ഓരോ ഗോൾ പങ്കാളിത്തങ്ങൾ വഹിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നു എന്ന് പറയുമ്പോൾ മികച്ച പ്രകടനമാണ് ഈ സ്ട്രൈക്കർ പുറത്തെടുക്കുന്നത്. ഇനി രണ്ടാമത്തെ താരം അത് കയോ ജോർഹയാണ്. നമുക്കറിയാം, ബ്രസീലിയൻ ലീഗിലാണ് കയോ ജോർഹെ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വർഷം ആകെ 36 മത്സരങ്ങൾ കളിച്ചു. അതിൽ നിന്ന് 2579 മിനിറ്റുകളാണ് അദ്ദേഹം കളിച്ചിട്ടുള്ളത്. 20 ഗോളുകൾ അദ്ദേഹം നേടി എന്ന് പറയുമ്പോൾ അതിൽ ഒരൊറ്റ പെനാൽറ്റി ഗോൾ പോലുമില്ല. 6 അസിസ്റ്റുകൾ അദ്ദേഹം സ്വന്തമാക്കി. അതായത് 26 ഗോൾ പങ്കാളിത്തങ്ങൾ അദ്ദേഹം വഹിച്ചു എന്ന് പറയുമ്പോൾ ഓരോ 99 മിനിറ്റിലും ഓരോ ഗോൾ പങ്കാളിത്തങ്ങൾ വഹിക്കാൻ കയോ ജോർഹയ്ക്ക് കഴിയുന്നു. അദ്ദേഹവും മികച്ച പ്രകടനമാണ് നടത്തുന്നത്. ഇനി മറ്റൊരു താരം യൂരി ആൽബർട്ടോയാണ്. ബ്രസീലിയൻ ലീഗിൽ കളിക്കുന്ന മറ്റൊരു ബ്രസീലിയൻ സ്ട്രൈക്കറാണ് യൂരി ആൽബർട്ടോ. 44 മത്സരങ്ങൾ കളിച്ചു. അതായത് 2976 മിനിറ്റുകൾ അദ്ദേഹം കളിച്ചു. 14 ഗോളുകൾ നേടി. അതിൽ ഒരു പെനാൽറ്റി ഗോളാണ്, ഒരു അസിസ്റ്റാണ് അദ്ദേഹം സ്വന്തമാക്കിയിട്ടുള്ളത്. 15 ഗോൾ പങ്കാളിത്തങ്ങളാണ് ആകെ വഹിച്ചിട്ടുള്ളത്. അതായത് ഓരോ 199 മിനിറ്റിനിടയിലും ഓരോ ഗോൾ പങ്കാളിത്തങ്ങൾ ശരാശരി വഹിക്കാൻ ഈ താരത്തിന് കഴിയുന്നു. ഇനി മറ്റൊരു സ്ട്രൈക്കർ അത് ഫ്ലമംഗോയുടെ സ്ട്രൈക്കറായ പെഡ്രോയാണ്. 32 മത്സരങ്ങളാണ് താരം കളിച്ചിട്ടുള്ളത്. 1613 മിനിറ്റാണ് കളിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് 13 ഗോളുകൾ അദ്ദേഹം നേടി. ഒരു പെനാൽറ്റി ഗോൾ ഉണ്ട്. 5 അസിസ്റ്റുകൾ അദ്ദേഹം സ്വന്തമാക്കി. 18 ഗോൾ പങ്കാളിത്തങ്ങളാണ് വഹിച്ചിട്ടുള്ളത്. അതായത് ഓരോ 90 മിനിറ്റിനിടയിലും ഓരോ ഗോൾ പങ്കാളിത്തങ്ങൾ വഹിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നു എന്ന് പറയുമ്പോൾ മികച്ച പ്രകടനം പെഡ്രോ നടത്തുന്നുണ്ട് എന്നുള്ളത് അതിൽ നിന്നും വളരെ വ്യക്തമാണ്. ഇനി അടുത്ത സ്ട്രൈക്കർ അത് ജാവോ പെഡ്രോയാണ്. അതായത് ചെൽസിക്ക് വേണ്ടിയാണ് ജാവോ പെഡ്രോ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. 30 മത്സരങ്ങൾ കളിച്ചു. അതിൽ നിന്ന് 1920 മിനിറ്റുകളാണ് അദ്ദേഹം കളിക്കളത്തിൽ ചിലവഴിച്ചിട്ടുള്ളത്. 13 ഗോളുകൾ, അതിൽ 5 ഗോളുകളും പെനാൽറ്റി ഗോളുകളാണ്, 5 അസിസ്റ്റുകൾ, അങ്ങനെ ആകെ 18 ഗോൾ പങ്കാളിത്തങ്ങൾ. ഓരോ 107 മിനിറ്റിനിടയിലും ഓരോ ഗോൾ പങ്കാളിത്തങ്ങൾ വഹിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നു. ഇനി മറ്റൊരു സ്ട്രൈക്കർ ഇഗോർ ജീസസ് ആണ്. നിലവിൽ ഇഗോർ ജീസസ് നോട്ടിംഗ്ഹാമിന് വേണ്ടിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കലണ്ടർ വർഷത്തിൽ ആകെ 35 മത്സരങ്ങൾ താരം കളിച്ചു. 2534 മിനിറ്റ്, 13 ഗോളുകൾ നേടി, ഒരു പെനാൽറ്റി ഗോൾ ഉണ്ട്, ഒരു അസിസ്റ്റ് നേടി, 14 ഗോൾ പങ്കാളിത്തങ്ങൾ. അതായത് ഓരോ 181 മിനിറ്റിനിടയിലും ഓരോ ഗോൾ പങ്കാളിത്തങ്ങൾ വഹിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നു. ഇനി വിക്ടോർ റോക്കിന്റെ കാര്യത്തിലേക്ക് വരാം. നിലവിൽ പാൽമറാസിന് വേണ്ടിയാണ് അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കലണ്ടർ വർഷത്തിൽ ആകെ 52 മത്സരങ്ങൾ താരം കളിച്ചിട്ടുണ്ട്. അതായത് 3265 മിനിറ്റ്, 13 ഗോളുകൾ അദ്ദേഹം നേടി, 2 പെനാൽറ്റി ഗോളുകളാണ്, 4 അസിസ്റ്റുകൾ, 17 ഗോൾ പങ്കാളിത്തങ്ങൾ. ഓരോ 192 മിനിറ്റിനിടയിലും ഓരോ ഗോൾ പങ്കാളിത്തങ്ങൾ വഹിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നു. ഇനി ഗാബി ഗോളാണ് മറ്റൊരു താരം. 36 മത്സരങ്ങൾ അദ്ദേഹം കളിച്ചു. അതിൽ നിന്ന് 1811 മിനിറ്റുകളാണ് അദ്ദേഹം കളിക്കളത്തിൽ ചിലവഴിച്ചിട്ടുള്ളത്. 12 ഗോളുകൾ, അതിൽ 5 പെനാൽറ്റി ഗോളുകളാണ്, 4 അസിസ്റ്റുകൾ, അങ്ങനെ 16 ഗോൾ പങ്കാളിത്തങ്ങൾ. ഓരോ 113 മിനിറ്റിനിടയിലും ഓരോ ഗോൾ പങ്കാളിത്തങ്ങൾ വഹിക്കാൻ ഗാബി ഗോളിന് കഴിയുന്നു. അടുത്ത സ്ട്രൈക്കർ അത് റോഡ്രിഗോ മുനിസ് ആണ്. 24 മത്സരങ്ങൾ, 1052 മിനിറ്റുകൾ, 9 ഗോളുകൾ, അതിൽ പെനാൽറ്റി ഗോളുകൾ ഒന്നുമില്ല, 2 അസിസ്റ്റുകൾ, അങ്ങനെ 11 ഗോൾ പങ്കാളിത്തങ്ങൾ. ഓരോ 96 മിനിറ്റിനിടയിലും ഓരോ ഗോൾ പങ്കാളിത്തങ്ങൾ വഹിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നു. ഇനി അടുത്ത സ്ട്രൈക്കർ അത് ഇവാൻ നിൽസൺ ആണ്.
അതായത് 22 മത്സരങ്ങൾ 1726 മിനിറ്റുകൾ 8 ഗോളുകൾ, പെനാൽറ്റി ഗോളുകൾ ഇല്ല, ഒരു അസിസ്റ്റ്, അങ്ങനെ 9 ഗോൾ പങ്കാളിത്തങ്ങൾ. ഓരോ 192 മിനിറ്റിടയിലും ഓരോ ഗോൾ പങ്കാളിത്തങ്ങൾ വഹിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നു. ഇനി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് താരമായ മാത്യൂസ് കുഞ്ഞയാണ് അടുത്ത താരം. 26 മത്സരങ്ങൾ 1811 മിനിറ്റുകൾ 8 ഗോളുകൾ, പെനാൽറ്റി ഗോളുകൾ ഇല്ല, 3 അസിസ്റ്റുകൾ, അങ്ങനെ 11 ഗോൾ പങ്കാളിത്തങ്ങൾ. ഓരോ 165 മിനിറ്റിടയിലും ഓരോ ഗോൾ പങ്കാളിത്തങ്ങൾ വഹിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നു. ഇനി റിച്ചാർലിസൺ ആണ് അടുത്ത താരം. കാർലോ ആഞ്ചലോട്ടിയുടെ പ്രിയപ്പെട്ട താരമാണ്. 30 മത്സരങ്ങൾ 1540 മിനിറ്റുകൾ 7 ഗോളുകൾ 2 അസിസ്റ്റുകൾ, അങ്ങനെ 9 ഗോൾ പങ്കാളിത്തങ്ങൾ. 171 മിനിറ്റിനിടയിൽ ഓരോ ഗോൾ പങ്കാളിത്തങ്ങൾ വഹിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നു. ഇനി മറ്റൊരു സ്ട്രൈക്കർ ഇഗോർ തിയാഗോയാണ്. അതായത് 11 മത്സരങ്ങളാണ് ഇഗോർ തിയാഗോ കളിച്ചിട്ടുള്ളത്. അതായത് 570 മിനിറ്റ്, 5 ഗോളുകൾ, ഒരു പെനാൽറ്റി ഗോൾ, അസിസ്റ്റുകൾ ഇല്ല, അങ്ങനെ 5 ഗോൾ പങ്കാളിത്തങ്ങൾ. ഓരോ 114 മിനിറ്റിടയിലും ഓരോ ഗോൾ പങ്കാളിത്തങ്ങൾ അദ്ദേഹം വഹിക്കുന്നു. അവസാനത്തെ താരം റയലിൻ്റെ ബ്രസീലിയൻ സൂപ്പർ താരമായ എൻട്രിക്കാണ്. 23 മത്സരങ്ങൾ 742 മിനിറ്റുകൾ, 5 ഗോളുകൾ, പെനാൽറ്റി ഗോളുകൾ ഇല്ല, 0 അസിസ്റ്റുകൾ, 5 ഗോൾ പങ്കാളിത്തങ്ങൾ. ഓരോ 148 മിനിറ്റിടയിലും ഓരോ ഗോൾ പങ്കാളിത്തങ്ങൾ വഹിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നു. ഇങ്ങനെയാണ് 14 ബ്രസീലിയൻ സ്ട്രൈക്കർമാരുടെ കണക്കുകൾ വരുന്നത്. വിശദമായ കണക്കുകളാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ വരുന്ന വേൾഡ് കപ്പിൽ ബ്രസീലിൻ്റെ നമ്പർ 9 പൊസിഷനിൽ ഏത് താരത്തെ ഉപയോഗപ്പെടുത്തണം? ഈ കണക്കുകളിൽ നിന്നും ആരെയാണ് നിങ്ങൾ പ്രിഫർ ചെയ്യുന്നത്? ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.